ഏട്ടത്തിയമ്മ, എന്നോട് ക്ഷമിക്കണം. എന്റെ ജീവിതം തിരിച്ചു തന്ന പുണ്യമാണ് എനിക്കെന്റെ ഏട്ടത്തി. ഞാൻ കാരണം ഏട്ടത്തി അനുഭവിക്കേണ്ടി വന്ന അപമാനത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എനിക്കൊന്നും വേണ്ട. എല്ലാ സ്വത്തുക്കളും ഇവർക്കൊക്കെ വീതിച്ചു കൊടുത്തോട്ടെ. എനിക്കെന്റെ ഏട്ടന്റെ ഏട്ടത്തിയമ്മയുടെയും സ്നേഹവും കരുതലും മാത്രം മതി. മനസ്സ് കൈവിട്ടു പോയപ്പോ ഏട്ടത്തി വാർത്തുന്ന ഒരുള്ള ചോറിന്റെ കാരുണ്യം മാത്രം മതി എനിക്ക്. മായേ, നീ ഇത്രക്ക് ലോക്കലായി പോയല്ലോടി. I am proud of you, Bison. മായേ, തെറ്റുപറ്റിയാൽ തിരുത്തണം. അതിനുള്ള ഒരവസരം കൂടെ ഞാൻ നിനക്ക് തരും. മേലിൽ എന്റെ ഏട്ടത്തെക്കുറിച്ച് മോശമായ ഒരു വാക്ക് നീ മിണ്ടരുത്. നിങ്ങൾ ആരെങ്കിലും കാരണം എന്റെ ഏട്ടത്തെ ദുഃഖിക്കാൻ ഇടവന്ന ഏട്ടത്തെ ആയിരിക്കില്ല ഇനി തല്ലുന്നത്, ഞാനായിരിക്കും. You are a great Bison. അമ്മേ, ഏട്ടത്തി അമ്മയെന്ന് നീ ജ്യോതിയെ വിളിക്കുന്നത് കേട്ടപ്പോ എന്റെ കണ്ണു നിറഞ്ഞു പോയടാ കണ്ണ. അമ്മേ, ഏട്ടന്റെ ഭാര്യ ഞാൻ പിന്നെ എന്താ വിളിക്കണ്ടേ? ഇത്രയും നാള് നീ എന്താ അങ്ങനെ വിളിക്കാതിരുന്നത്? ആ, തോന്നിയില്ല. എന്നോടുള്ള സ്നേഹവും കരുതലെല്ലാം കാണുമ്പോൾ സുപ്രയേട്ടത്തെ പോലെ തന്നെ എനിക്ക് തോന്നിയത്. ആ, വാത്സല്യത്തിന്റെ ഒരു നിറവായിട്ടാ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അങ്ങനെ വിളിക്കാതിരുന്നത് തെറ്റായി പോയിന്ന് ഇന്ന് എനിക്ക് മനസ്സിലായത്. നിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തതും നിന്നോട് അടുത്തിടപഴകിയതും മനഃപൂർവ്വം തന്നെ. എനിക്കൊരു ആങ്ങളയല്ല. നീ വന്നപ്പോ ഒരു കൂടപ്പിറപ്പിന്റെ സ്ഥാനത്താ ഞാൻ നിന്നെ കണ്ടത്. എനിക്കറിയാം ബൈസൺ, ജ്യോതി നിന്നെ തിരിച്ചു കൊണ്ടുവന്നത് തന്നെ അവളുടെ സ്വന്തം ഇഷ്ടത്തിലാ. അവൾ നിന്റെ കയ്യും പിടിച്ച് നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോ മറ്റു ചിലര് അതിനെ തെറ്റിദ്ധരിച്ചു. അമ്മയ്ക്കും ഉള്ളിലൊരു വേവലാതി ഉണ്ടായിരുന്നു. എന്തിന്? അമ്മയും ഞങ്ങൾ തെറ്റിദ്ധരിച്ചോ? അമ്മയുടെ മോനെ അമ്മയ്ക്കറിയില്ലേ? എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ലടാ കുട്ട. പക്ഷേ മറ്റുള്ളവർ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമോ എന്ന അമ്മ ഭയന്നത്.
ഞാൻ കാരണം എൻ്റെ ഏട്ടനോ ഏട്ടത്തിയമ്മയോ ഒരപമാനമോ വേദനയോ അനുഭവിക്കാൻ പാടില്ല. ആ ഏട്ടത്തിയെ മുറിവേൽപ്പിച്ച വാക്കുകളാ മായ പറഞ്ഞത്. എൻ്റെ ഏട്ടത്തിയമ്മയുടെ മനസ്സ് വേദനിച്ചത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ മായയോട് ഞാൻ അങ്ങനെ പ്രതികരിച്ചത്. ഏട്ടത്തിയമ്മയുടെ അഭിമാനം രക്ഷിക്കേണ്ടത് അനിയന്റെ കടമയല്ല അമ്മേ. ബ്യൂട്ടിഫുൾ മൈ സൺ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയ വാക്കുകൾ ഒരു സണ്ണും ഇതുവരെ ഒരു മദറിനോടും പറഞ്ഞിട്ടുണ്ടാവില്ല. നീ മായൊരു ഷൗട്ട് ചെയ്തത് കറക്റ്റ് തന്നെയാ. യു ആർ മൈ സൺ. അമ്മേ, ഞാനൊരു യാത്ര പോകാൻ തീരുമാനിച്ചു. എങ്ങോട്ട്? ഗുരുജി ഒന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട്. അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ ഉടനെ തിരിച്ചെത്തും. എന്താ ശിവ? എന്തു പറ്റി? ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഞാനൊരു യാത്ര പോവാ. എങ്ങോട്ട്? അങ്ങനെ ചോദിച്ചാ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. നീ എപ്പോഴാ പോകുന്നു? ഞാൻ റെഡിയായി കഴിഞ്ഞു. ഏട്ടനോടും ഏട്ടത്തിയമ്മയോടും യാത്ര പറഞ്ഞ് ഇപ്പൊ തന്നെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നേ. ഈ രാത്രിയിലോ? രാത്രി യാത്രയ്ക്ക് ഒരു പ്രത്യേക സുഖമുണ്ട്. തൽക്കാലം ഒന്ന് മാറി നിന്നേ പറ്റൂ. നീ എപ്പോ തിരിച്ചു വരും? ഒരു 2 ദിവസത്തേക്ക്. ഇതിനകത്തിരുന്ന് മടുത്തു കേട്ടാ. ഒരു യാത്ര എപ്പോഴും നല്ലതാ, പുതിയൊരു എനർജി കിട്ടും. പക്ഷേ ഈ അവസരത്തിൽ ഇപ്പൊ എന്താ ഏട്ടാ കുഴപ്പം? അമ്മയോട് പറഞ്ഞോ നീ? പറഞ്ഞു. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഏട്ടത്തിയമ്മേ, ഞാൻ ഇറങ്ങട്ടെ. സൂക്ഷിക്കണം. ഏട്ടാ ശരി. പുഴുത്തുനാറിയ നിന്റെ ഈ നാവ് അടക്കി വെച്ചോണം നീ. അല്ലാതെ ഇനിയും ഇതുപോലെ ദുർഗന്ധം വമിക്കുന്ന വർത്തമാനം വിളമ്പിയ പിഴുതെടുത്ത് ദൂരെ എറിയും ഞാൻ.